നമ്മുടെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നടത്തേണ്ട ഒരു വഴിപാടിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം മനസ്സമാധാനം ആണ് എന്ന്. അപ്പോൾ മനസ്സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സന്തോഷമായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ നമുക്ക് ആ മനസ്സമാധാനം വേണമെങ്കിൽ പണം അത്യാവശ്യമാണ്, അല്ലേ? നമുക്ക് പണമില്ലാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ മറ്റു പല പ്രശ്നങ്ങൾക്കും പണം സംബന്ധിച്ചുള്ള പരിഹാരങ്ങൾ നമുക്ക് കാണാൻ പറ്റാതെ വരുമ്പോഴൊക്കെ ഈ മനസ്സമാധാനം എന്ന് പറയുന്ന കാര്യം നമുക്ക് നഷ്ടമാകും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പണം ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം പണമില്ല എങ്കിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾക്ക് വന്നു ചേരും. ഇപ്പോൾ പറയുവാണെങ്കിൽ നമ്മൾക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നു, അതല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ട ഒരു ആവശ്യം വന്നു, നമ്മൾ ഉടനെ തന്നെ നമ്മുടെ കയ്യിൽ സാമ്പത്തികം ആവശ്യത്തിനില്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള പരിചയമുള്ള ആളുകളോടോ അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ ഒക്കെ പോയി നമ്മൾ ലോൺ എടുക്കുകയും കടം വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കടം വാങ്ങിക്കുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് അടയ്ക്കേണ്ട ഒരു ദിവസം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാകും. ലോണാണെങ്കിൽ ഇന്ന ദിവസങ്ങളിലെല്ലാം അടയ്ക്കണം, അല്ലെങ്കിൽ കടം ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇന്ന സമയങ്ങളിൽ നമ്മൾ തിരിച്ചു കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞാണ് മേടിക്കുന്നത്. ഇനി ആ ദിവസങ്ങളിൽ നമുക്ക് ആ കറക്റ്റായിട്ടുള്ള സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മളെ ലോൺ എടുക്കുന്ന ആ സ്ഥാപനത്തിലുള്ള ആൾക്കാരും ഒരു ദിവസം പോലും നമുക്കൊരു ഗ്യാപ്പ് തരത്തില്ല. അതേസമയം തന്നെ നമ്മൾ ഏതെങ്കിലും വ്യക്തിയോടാണ് കടം മേടിച്ചത് എങ്കിലും ആദ്യത്തെ 1-2 ദിവസമൊക്കെ നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് പിന്നീട് ഒരു അവധിയും കൂടെ പറയേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് കൊടുത്തില്ലെങ്കിൽ അവർക്കത് ഒരു മുഷിച്ചിലായിട്ട് തോന്നും. അതേപോലെ തന്നെ പിന്നെ അത് വലിയൊരു പിണക്കത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ പ്രശ്നമൊന്നും വരില്ല. പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് പല സമയങ്ങളിലും നമുക്ക് ആ കറക്റ്റായിട്ടുള്ള അടവും അല്ലെങ്കിൽ നമ്മൾ കടം മേടിച്ച പൈസ കറക്റ്റായിട്ട് കൊടുക്കാതെയൊക്കെ വരും. ഇതൊക്കെ ഒത്തിരിയും ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവല് നമുക്ക് താഴത്തോട്ട് പോകും. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു കോൺഫിഡൻസ് വേണം. നമുക്ക് കറക്റ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ഒരു കാര്യപ്രാപ്തി വേണം. അതില്ലാതെ വരുമ്പോൾ നമുക്ക് പല സമയങ്ങളിലും നമ്മുടെ ജീവിതം പരാജയമായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ തോന്നാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം അത്യാവശ്യമാണ്. മഹാലക്ഷ്മി എന്ന് പറയുന്നത് നമ്മൾക്കറിയാവുന്ന കാര്യമാണ്. പണത്തിൻ്റെ ദേവതയാണ്, ധനദേവത എന്ന് തന്നെയാണ് മഹാലക്ഷ്മിയെ പറയുന്നത്. അപ്പോൾ ആ മഹാലക്ഷ്മിയുടെ കടാക്ഷം നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയൊക്കെ നമുക്ക് ഒരു പരിധിവരെയല്ല നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് തൊഴിൽപരമായിട്ടാണെങ്കിലും അതല്ല നമുക്ക് ജീവിതത്തിലേക്ക് വരുന്ന പല രീതിയിലുള്ള സാമ്പത്തികം നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേരുന്നതിന് അത് കാരണമാകും. അതേപോലെ തന്നെ ദുർചെലവുകൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കുടുംബത്ത് നമ്മൾ അടുക്കളയിലേക്കൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ പല സമയങ്ങളിൽ നമുക്കതൊന്നും തികയാതെ വരും. നമുക്ക് എത്ര രൂപയ്ക്ക് നമ്മൾ സാധനം വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്നാലും പിറ്റേ ദിവസം നമുക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഇല്ലാതെ നമുക്ക് ആ ഒരു പൂർണ്ണത ആ അടുക്കളയിൽ ഉണ്ടാവില്ല. അതേസമയം മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ നമ്മുടെ അടുക്കളയിൽ ഒരു ബുദ്ധിമുട്ടും വരാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പണ്ടൊക്കെയുള്ള ആളുകൾ പറയും, അരിക്കലം ഉണ്ടല്ലോ, നമ്മുടെ അരി സൂക്ഷിക്കുന്ന ആ പാത്രം, അതിനകത്ത് ഒരിക്കലും അരി ആറ്റിടിയൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരിക്കലും അരി തീരത്തില്ല. അതിനു മുമ്പ് തന്നെ നമുക്കത് തീരുന്നതിന് മുമ്പ് തന്നെ ആ പാത്രം നമുക്ക് നിറച്ച് വെക്കാനായിട്ടുള്ള ആ ഒരു സാഹചര്യം നമ്മളിൽ ഉണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ ഒരു സമയത്തും നമുക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ട് വരാതെ സന്തോഷമായിട്ട് നമുക്ക് ആ ഒരു കൈകാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയാണ് എങ്കിൽ എന്ത് സന്തോഷമായിരിക്കും, അല്ലേ? അതൊക്കെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം അത്യാവശ്യമാണ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരമാണ് നമ്മൾ ദേവീക്ഷേത്രത്തിൽ പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്നത്. നമ്മുടെ അമ്മയ്ക്ക് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ട് കൊടുക്കുമ്പോൾ അമ്മയുടെ ആ ഒരു സന്തോഷം എന്തായിരിക്കും?
മനസ്സിൽ നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും. അതേപോലെ തന്നെ അവർ മതിമറന്ന് സന്തോഷിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഭഗവതി, നമ്മുടെ അമ്മ, നമ്മുടെ ആ ദേവീക്ഷേത്രത്തിൽ ആ അമ്മയ്ക്ക് നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പട്ട് സമർപ്പിക്കുന്നതിലൂടെ അമ്മയുടെ മനസ്സിലെ സ്നേഹമെല്ലാം നമ്മളിലേക്ക് വന്നു ചേരും. അതേപോലെ തന്നെ ആ ഒരു പട്ടിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു പിടി പണം കൂടെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ആ പട്ടിൻ്റെ മുകളിൽ നമ്മൾ കൈകൊണ്ട് വാരി ഒരു പിടി പണം, അതായത് ഒരു പിടി ചില്ലറ പൈസ, 1 രൂപയോ 2 രൂപ അങ്ങനെയൊക്കെയുള്ള ചില്ലറ സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മളത് എണ്ണാതെ വേണം കൈകൊണ്ട് വാരിയെടുക്കാനായിട്ട്. അങ്ങനെ ഒരു പിടി പണവും കൂടെ ആ പട്ടിന് മുകളിൽ വെച്ചിട്ട് വേണം നമ്മൾ അമ്മയ്ക്ക് ആ ഒരു പട്ട് സമർപ്പിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന ആ ഒരു സമ്പത്ത്, ആ പണത്തിൻ്റെ ഒരു ഓഹരി അമ്മയ്ക്കും കൂടെ ഉള്ളതാണ് എന്ന് നമ്മൾ മനസ്സിൽ കരുതി വേണം ഈ ഒരു പിടി പണം നമ്മൾ അമ്മയ്ക്ക് സമർപ്പിക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ഐശ്വര്യവും വന്നു ചേരുന്നതിന് സഹായിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മളത് വാങ്ങിച്ചു കൊണ്ടുപോയി പൂർണ്ണ മനസ്സോടുകൂടി അമ്മയ്ക്കത് സമർപ്പിക്കുകയാണ്. അമ്മയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഒരു പങ്കും സമർപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം, ആ ഒരു പുഞ്ചിരി, അത് മാത്രം മതിയാകും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് സന്തോഷം നിറയ്ക്കാനായിട്ട്, സാമ്പത്തികം ഉയർന്നു വരാനായിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പല രീതിയിലുള്ള ഉന്നത വിദ്യാഭ്യാസവും അതേപോലെ അവരുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തി അവരെ മുന്നോട്ട് നയിക്കാനുമൊക്കെ ഈ ഒരു അമ്മയുടെ അനുഗ്രഹം മാത്രം മതിയാകും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇനി ചെയ്യേണ്ട ഒരു കാര്യം, വർഷത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ അമ്മയ്ക്ക് പട്ടും ഒരു പിടി പണവും സമർപ്പിച്ച് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ അവിടെയൊക്കെ പോയി കൊടുക്കരുതെന്നല്ല, അങ്ങനെ പോവേണ്ട ആവശ്യം. നമ്മുടെ ഏറ്റവും അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ നമ്മളിത് നടത്തിയാൽ മതിയാകും. അതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ദേവീക്ഷേത്രം, നമുക്ക് ഏറ്റവും പോകാനും നമ്മൾ മനസ്സുകൊണ്ട് അടുപ്പവുമൊക്കെയുള്ള ക്ഷേത്രങ്ങൾ കുറച്ച് ദൂരെയാണെങ്കിലും നമ്മൾക്ക് അവിടെയും ചെന്ന് ഇതൊക്കെ നടത്താൻ പറ്റുകയാണ് എങ്കിൽ വളരെ ശ്രേഷ്ഠതയാണ്. ഇനി അവിടെ പോകാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നടത്താതെ ഇരിക്കരുത്. അടുത്തുള്ള ക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തിരിക്കണം. പിന്നീടുള്ള സമയങ്ങളിലൊന്നും നമുക്കൊരു തിരിഞ്ഞു നോട്ടം ഉണ്ടാവില്ല. അത്രയ്ക്ക് ശ്രേഷ്ഠതയും ഐശ്വര്യവും നമ്മുടെ കുടുംബത്ത് വന്നു ചേരും. അതിനകത്ത് ഒരു സംശയവുമില്ല. അപ്പോൾ പണം കൊണ്ടുള്ള ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ മാറും. അതിനകത്ത് നമ്മൾ ആ ഒരു സമയത്ത് അമ്മയുടെ അടുത്ത് നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള വിഷമങ്ങൾ മാറ്റണം എന്നോ ഒന്നും പറഞ്ഞില്ല എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം വന്നു ചേരും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും. അത് കണ്ടറിഞ്ഞ് അമ്മ നമ്മൾക്ക് നൽകും. അങ്ങനെയല്ലേ? നമ്മുടെ സ്വന്തം അമ്മയാണെങ്കിൽ നമുക്ക് അവരോട് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. നമ്മൾ എന്തെങ്കിലും വിഷമിച്ചാണ് നടക്കുന്നതെങ്കിൽ അവർക്ക് മനസ്സിലാകും. നമ്മുടെ ജീവിതത്തിൽ മറ്റെന്ത് ചെറിയ ചെറിയ കാര്യമുണ്ടെങ്കിലും നമ്മുടെ അമ്മമാർക്കത് പെട്ടെന്ന് മനസ്സിലാകും. അതുപോലെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദേവിയും അങ്ങനെ തന്നെയാണ്. ആ അമ്മയും നമ്മുടെ ചെറിയ വിഷമങ്ങൾ വരെ കണ്ടറിഞ്ഞ് അതിന് പരിഹാരം നൽകുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ആ അമ്മയെ ഒത്തിരി സ്നേഹിക്കുമ്പോൾ, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കൊണ്ട് കൊടുക്കുമ്പോൾ ഒക്കെ നമ്മൾ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒന്നും ഉണ്ടാകാതെ അമ്മ നിങ്ങളെ തീർച്ചയായിട്ടും സംരക്ഷിക്കും. എല്ലാ ആളുകളിലും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.